നമ്മുടെ ഋഷീശ്വരന്മാര് ഏതോ കാര്യങ്ങളെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ദ കൗണ്ടഡ് സംതിങ്. അതെന്താ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വേർതിരിച്ച് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു ഗ്രോസറി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ, വ്യഞ്ജന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഇവിടെ പ്രകൃതിയെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആ പ്രകൃതിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് മുമ്പ് ആദ്യം നമ്മളോട് പറയുന്നത്, ഈ പ്രകൃതിയെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? ഏതൊരു ശക്തി ഉള്ളത് കൊണ്ടാണോ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ശക്തിയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആരെയാണ് പുരുഷൻ എന്നുള്ളത്? ഞാൻ കുറച്ചുകൂടി സൂക്ഷ്മതയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാം. വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ രണ്ട് ശക്തികളെ ഉള്ളൂ എന്നാണ് സാഖ്യയോഗം പറയുന്നത്. ഒന്നാമത്തതിനെ പ്രകൃതി എന്നും രണ്ടാമത്തതിനെ പുരുഷൻ എന്നും പറയുന്നു. പ്രകൃതി, പുരുഷൻ. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി എന്ന് പറയുന്നത് വികൃതിയുള്ളത് പ്രകൃതി. വികൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിയല്ല, മാറ്റമുള്ളത്, ചേഞ്ച് ഉള്ളത്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, അത് പ്രകൃതി. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാലോ ഒരിക്കലും മാറ്റമില്ലാത്തത്. ഈ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒന്ന് മാറുന്നതും ഒന്ന് മാറാത്തതും. മാറുന്നതും മാറാത്തതുമായി ചേർന്ന ശക്തികളോട് കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചം. നിങ്ങളെ വിട്ടു ഒന്ന് മറക്കൂ, അന്തരീക്ഷത്തിലേക്ക് നോക്കൂ. അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ മാറുന്നതും മാറാത്തതുമായി വല്ലതും കാണൂ? നമ്മൾ ഭൂമിയിൽ നിന്ന് തന്നെ മാറി നിൽക്കണം വിചാരിക്കുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറുന്നതും മാറാത്തതും കാണാൻ പറ്റുമോ? നിങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ മാറിയിട്ട് ഭൂമിയെയും കാണുന്നു, ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കാണുന്നു, എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കാണുന്നു. മാറുന്നതും മാറാത്തതും നിങ്ങൾ കാണുന്നുണ്ടോ? ഏതൊക്കെയാ മാറുന്നത്? മാറുന്ന പറഞ്ഞാൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുക, ഒരു മോഷൻ ഉണ്ടാവുക. ആരൊക്കെയാണ്? ഭൂമിക്ക് കറക്കമുണ്ട്, ഗ്രഹങ്ങൾക്ക് കറക്കമുണ്ട്, നക്ഷത്രങ്ങൾക്കും മാറ്റമുണ്ട്. എന്നാൽ ഏതിന് മാറ്റമില്ല? ഇതെല്ലാം എവിടെ നിൽക്കുന്നുവോ ആ ആകാശത്തിന് യാതൊരു മാറ്റവും നമ്മളാരും കാണുന്നില്ല. അപ്പൊ മാറ്റമില്ലാത്തൊരാകാശത്തിലാണ് മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല, കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഇനി നമ്മളിലേക്ക് വരൂ, നിങ്ങളിലേക്ക് വരൂ. നിങ്ങളുടെ ശരീരം മാറിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ വേറെന്തോ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ജനിച്ച അവസ്ഥയിൽ നിങ്ങൾ ആരും ഇവിടെ ഇല്ലല്ലോ. ഇപ്പോൾ മാറിയിട്ടുണ്ട്, ശരീരം ശരിക്കും മാറിയിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന്റെ കണ്ടുപിടുത്ത പ്രകാരം 7 വർഷം കഴിയുമ്പോൾ നമ്മളുടെ പഴയ സെല്ലുകൾ മുഴുവൻ മാറിയിരിക്കുന്ന അവർ പറയുന്നത്, മരിച്ചിട്ടുണ്ടാവുന്നതാണ്. അതായത് നിങ്ങളിൽ കുട്ടിയായിരുന്ന സമയത്തുള്ള ഒരു സെല്ലുകളും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ, അതൊക്കെ മരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് കിടക്കും, നിങ്ങൾ വേണ്ട ഇന്ദ്രിയത്തിലേക്ക് കിടക്കും. ഒന്നുകൂടി താഴേക്ക് പറയാം. ഇന്ദ്രിയങ്ങളുടെയൊക്കെ ശക്തി കൂടി വരികയാണോ? എന്നും ഒരുപോലെയാണോ? മാറ്റമുണ്ടോ? കണ്ണിന് കാഴ്ച എന്നും ഒരുപോലെയാണോ? പല്ലിന്റെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. എല്ലാ ഭാഗങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനും മാറ്റമുണ്ട്. ശരീരത്തിന് മാറ്റമുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് മാറ്റമുണ്ട്. ഇനി മനസ്സിന് മാറ്റമുണ്ടോ? പരിപൂർണമായി മാറിയിട്ടുണ്ടോ മനസ്സ്? കുറച്ചൊക്കെ മാറ്റങ്ങളില്ലേ? പരിപൂർണമായി മാറിയിട്ടുണ്ടോ? മുത്തശ്ശന്റെ കുട്ടി സ്വഭാവം എപ്പോഴും പോയിട്ടില്ല പറയാറില്ലേ? ഇപ്പോഴും നമ്മളിൽ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് മുഴുവൻ മാറിയിട്ടില്ല, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിനും അപ്പുറത്ത് നിങ്ങളിൽ നിങ്ങൾക്ക് ഞാനെന്നും എൻ്റെ എന്നും എൻ്റെ വികാരം, എൻ്റെ വിചാരം, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ സ്വാദ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ ഏതൊരു ശക്തിയുടെ സാന്നിധ്യമാണോ നിങ്ങൾക്ക് ഇതിനൊക്കെ അവസരം തന്നത്, അല്ലെങ്കിൽ ശക്തി തന്നത്, തേജസ് തന്നത്, ബുദ്ധി തന്നത്, ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം മാറിയതായിട്ട് നിങ്ങൾക്ക് വല്ല അനുഭവമുണ്ടോ? ഉണ്ടോ? അപ്പോ നമ്മളിലും ഒരു കാഴ്ച നമുക്ക് കാണാം, വിവേകം കൊണ്ട് കാണാം. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം അത് മാറിയിട്ടില്ല, എന്നാൽ ശരീരം നല്ലവണ്ണം മാറിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ.
മാറാത്ത ചൈതന്യത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു. ഇവിടെ പുരുഷൻ എന്നുള്ള ശബ്ദത്തിന് പൂർണ്ണത്വാൽ പുരുഷൻ എന്നാണ്. പൂർണ്ണതയുള്ളവൻ പുരുഷൻ. കാരണം മാറ്റം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അത് പരിപൂർണമായി നിറഞ്ഞിരിക്കണം. നിറഞ്ഞിരിക്കുന്നൊരു വസ്തുവിന് മാത്രമേ എന്തുണ്ടാവാൻ പാടില്ല. ഒരു കുപ്പിയിൽ നമ്മൾ നിറയെ വെള്ളം എടുത്തു, അത് നിങ്ങൾ കുലുക്കുന്ന സമയത്ത് അത് ഇളകാത്തതിന് കാരണം അത് അത്രയും നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു വസ്തു ഫൈനൈറ്റ് ആണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും. അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ അതിനൊരിക്കലും മാറ്റമുണ്ടാവില്ല. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇതാണ് പരമസത്യം. അപ്പൊ പുരുഷൻ മാറുന്നില്ല, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഭാരതീയ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയ വലിയൊരു സത്യം. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും പോവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാര് ഈശ്വരന്റെ സങ്കല്പം ഒരു ആണിലും പെണ്ണിലും ചേർത്ത് വെച്ചു. അപ്പൊ കൃഷ്ണനും രാധയും എന്ന സങ്കല്പം വെക്കുമ്പോൾ കൃഷ്ണനെ നമ്മൾ പുരുഷനായി കാണണം, രാധയെ നമ്മൾ പ്രകൃതിയായി കാണണം. ശിവനെ നമ്മൾ പുരുഷനായി കാണണം, പാർവതിയെ നമ്മൾ പ്രകൃതിയായി കാണണം. നിങ്ങളൊരു ചിത്രം കണ്ടിട്ടുണ്ടാവും. മലർന്നു കിടക്കുന്ന ശിവന്റെ മുകളിൽ ഭദ്രകാളി നൃത്തമാടുന്ന ഒരു രംഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിത്രം. മലർന്നു കിടക്കുന്ന പരമശിവന്റെ മുകളിലിരുന്നു കൊണ്ട്, നെഞ്ചിലിരുന്നു കൊണ്ട്, ശരീരത്തിലിരുന്നു കൊണ്ട് ഭദ്രകാളി നൃത്തമാടുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഋഷിയുടെ തത്വം എന്താണെന്നറിയോ? മാറാത്ത പുരുഷനിലാണ് പ്രകൃതി ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. പുരുഷൻ മാറുന്നില്ല, എന്നാൽ ആര് മാറുന്നു? പ്രകൃതി മാറുന്നു. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, വലിയ അപകടം പിടിച്ചൊരു ചിത്രമല്ലേ? ഭർത്താവിന്റെ മേല് കടന്നിട്ട് പാർവതി ഭദ്രകാളി ഡാൻസ് കളിക്കുക പറയുന്നത്. വീണ്ടും ശ്രീരാമനും സീതയും, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങൾ. ഇതിനെ പറയും പുരുഷ പ്രകൃതി സംയോഗം എന്ന് പറയും. പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംയോഗം, അതാണ് പ്രകൃതി എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കണേ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ രാവിലെ ഇഡ്ഡലിയെ കഴിച്ചെന്ന് വെക്കുക, എന്താവട്ടെ കഴിച്ചത്, ഇഡ്ഡലി എന്ന് വിചാരിക്കുക. ഇഡ്ഡലി പ്രകൃതിയാണ്, ജഡമാണ്. ചൈതന്യമുണ്ടോ അതിന്? സ്ഥൂലമായിട്ട് നമുക്ക് കാണാൻ പറ്റും, സൂക്ഷ്മമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം. ചൈതന്യം ഉണ്ടായിരുന്നെങ്കിൽ അത് പ്ലേറ്റിൽ നിന്ന് ഓടിയിട്ടുണ്ടാവും. ചിലവരെയൊക്കെ കാണുമ്പോൾ ചോദിക്കും ഇനിയും കഴിക്കണോ ചോദിച്ചിട്ടുണ്ടാവും. അത് അവിടെ ഇരിക്കണം. കഴിക്കുന്ന നിങ്ങൾക്കോ ചൈതന്യമുണ്ടോ? ജഡമാണോ? ചൈതന്യമുണ്ട്. അപ്പൊ ചൈതന്യമുള്ള നിങ്ങൾ ജഡമായ ഇഡ്ഡലി കഴിക്കണം. ആ ഇഡ്ഡലി ദഹിച്ച് നിങ്ങളുടെ ശരീരത്തിലേക്ക് ചേർന്ന് അത് ചൈതന്യമുള്ള ഒരു ശരീരത്തിന്റെ ഭാഗമായി മാറുന്നു. ആണോ അല്ലയോ? ശരീരത്തിൽ ചൈതന്യമില്ലാത്ത ഇഡ്ഡലി ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ചേർന്ന് അതിനും ചൈതന്യം കൈവരിക്കണം. ഇനി ആ സമയം തന്നെ നമ്മുടെ ഉള്ളിൽ ചൈതന്യമുള്ള ഒരു ശരീരത്തിന്റെ അംശം, ഒരു സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സെല്ല്, അത് മരിച്ച് അത് ജഡമായി തീരുന്നു. അപ്പൊ ചൈതന്യമുള്ള ഒരു അംശം, ശരീരത്തിന്റെ അംശം, അത് ജഡമായി തീരുന്നു. എന്നിട്ടോ അത് മലമൂത്രത്തിലേക്ക് ചേരുന്നു, അത് ജഡമായി പുറത്തേക്ക് പോകുന്നു. എന്താ സംഭവിച്ചത്? ജഡം ചൈതന്യത്തോട് ചേർന്നപ്പോൾ ചൈതന്യമായി തീരുന്നു. ചൈതന്യമുള്ളൊരു സാധനം അത് ജഡമായി തീരുന്നു. എന്നിട്ട് വീണ്ടും ശ്രദ്ധിക്കും നിങ്ങൾ, അത് മലമൂത്രമായി പ്രകൃതിയിലേക്ക് പോയി അവിടെ കൊണ്ട് നിൽക്കും. അത് ചെടികളും മറ്റു സാധനങ്ങളും വലിച്ചെടുത്ത് അതിനെ വളമാക്കി മാറ്റി ആ ജഡവസ്തുവിനെ എന്താക്കി മാറ്റണോ? ചൈതന്യമാക്കി മാറ്റണോ? അങ്ങനെയല്ലേ പ്രകൃതിയിൽ നടക്കുന്നത്. വീണ്ടും ആ ചെടിയിൽ നിന്ന് ഫലമൂലാദികൾ വരുന്നു, അത് നമുക്ക് കിട്ടണോ? അത് ജഡമായി വരുന്നു. വീണ്ടും നമ്മൾ അതിനെ കഴിച്ച് അതിനെ ചൈതന്യമാക്കി മാറ്റണോ? ഒന്നുകൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുമ്പം അത് ജഡമാണ്. ചെടികൾ അതിനെ വലിച്ചെടുത്ത് ചൈതന്യമുള്ളതാക്കി മാറ്റണു. അവരിൽ നിന്ന് ജഡമായൊരു ഓക്സിജൻ വരുന്നു, നമ്മൾ അതിനെ ചൈതന്യമാക്കി തീർക്കണു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ എന്താ നടക്കുന്നത്? നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, എന്താ നടക്കുന്നത്? ജഡം ചൈതന്യമാകുന്നു, ചൈതന്യം ജഡമാകുന്നു. എത്ര നൂറ്റാണ്ടുകൊണ്ട് ഈ പ്രക്രിയ നടക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, എന്തെല്ലാം തരത്തിൽ മന്ത്രങ്ങൾ ചൊല്ലിയാലും മന്ത്രങ്ങൾ ചൊല്ലിയില്ലെങ്കിലും, അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ പോയില്ലെങ്കിലും ഇതേ ഇവിടെ നടക്കാൻ പോകുന്നുള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ
അത് വീണ്ടും ചെടികൾ വലിച്ചെടുത്ത ചൈതന്യമാവും, വീണ്ടും ജഡമാവും, വീണ്ടും അത് ചൈതന്യമാവും. ഇങ്ങനെ ജഡം ചൈതന്യവും ചൈതന്യം ജഡവുമായിക്കൊണ്ട് ചൈതന്യമാകുന്ന പുരുഷൻ, ജഡമാകുന്ന പ്രകൃതി, ഈ ലീലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്നാൽ പിന്നെ സ്വാമി നമ്മൾ എന്തിനാ മെനക്കെടേണ്ട ആവശ്യം? വെറുതെ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഭാഗവതം കേട്ടാലും ചൈതന്യം ജഡമാവും, കേട്ടിട്ടില്ലെങ്കിലും ഇതിപ്പോൾ ചൈതന്യം ജഡമാവുന്നൊക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് തോന്നിയത് വേണ്ടിയില്ലായിരുന്നു, പഠിക്കേണ്ടിയില്ലായിരുന്നു. കാരണം അത് പഠിച്ചാലും ആവും, പഠിച്ചിട്ടില്ലെങ്കിലും ആവും. അവിടെയാണ് വ്യത്യാസം. എന്താ വ്യത്യാസം? ഇവിടെ ചൈതന്യം ജഡമാകുന്നു, ജഡം ചൈതന്യമാകുന്നുവെങ്കിൽ ഈ ശരീരം ഇപ്പോ ചൈതന്യ രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതൊരു ദിവസം പരിപൂർണമായി ജഡമാവും, അത് മണ്ണിലേക്ക് ചേരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശരീരം ജഡമാവുന്നതിന് കാരണം അത് ഇപ്പോഴും വാസ്തവത്തിൽ ജഡം തന്നെയാണ്. ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന് ചൈതന്യത്വമുള്ളത്. എപ്പോ ചൈതന്യത്തിൽ നിന്ന് വിടുന്നോ അപ്പോഴത് ജഡമായി തീരും. എന്നാൽ ഈ ശരീരത്തെ ഈ രൂപത്തിലെടുക്കാൻ കാരണക്കാരനായ ഒരു ഈ ചൈതന്യത്തിനും ശരീരത്തിനും ഇടയ്ക്കൊരാളുണ്ടല്ലോ, അതാരാണ്? മനസ്സെന്ന് പറയുന്ന ശക്തി. ആ ശക്തി എങ്ങോട്ട് പോവും? ആ ശക്തി എങ്ങോട്ട് പോകണം? അത് ചൈതന്യത്തിലേക്ക് പോകണമെങ്കിൽ, വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്, ആ മനസ്സ് ചൈതന്യത്തിലേക്ക് പോകണമെങ്കിൽ, അത് ജഡത്തിന്റെ കൂടെ പോകരുതെങ്കിൽ അത് ആരോട് ഒട്ടി നിൽക്കണം? ഭഗവാനോട് ഒട്ടി നിൽക്കണം. അതായത് ഇഡ്ലി എന്ന് പറയുന്ന സാധനം അത് ജഡമായിരുന്നു, ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ചേർന്നപ്പോഴാണ് അത് ചൈതന്യമായി തീർന്നതെങ്കിൽ ഈ മനസ്സിന് ചൈതന്യമായി തീരണമെങ്കിൽ അത് ആരോട് ഒട്ടി നിൽക്കണം? എങ്ങനെയുള്ള ഭഗവാനോട് ഒട്ടി നിൽക്കണം? ചൈതന്യമുള്ള ഭഗവാനോട് ഒട്ടി നിൽക്കണം. ആ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെയാണ് ചൈതന്യമുള്ള മനസ്സ്, അതിനെയാണ് സത്വഗുണമുള്ള മനസ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ഏതായാലും ഇത്രയും മനസ്സിലാക്കി വെക്കും. അപ്പൊ മനസ്സ് ചൈതന്യമായി തീർന്നാലേ അതിനെ ചൈതന്യത്തിലേക്ക് പരിപൂർണമായി ലയിക്കാൻ സാധിക്കുള്ളൂ. ഇഡ്ലി ചൈതന്യമുള്ള ശരീരത്തോട് ചേർന്നാലേ അതിനെ ചൈതന്യമുള്ള ശരീരത്തിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ മനസ്സ് ചൈതന്യമുള്ളതായി തീർന്നാലേ ആരിലേക്ക് ലയിക്കാൻ പറ്റുള്ളൂ? അപ്പൊ നമ്മുടെ മനസ്സിന് രണ്ടവസ്ഥകളുണ്ട്. ചൈതന്യമുള്ള മനസ്സും നമുക്കുണ്ട്, ജഡമുള്ള മനസ്സും നമുക്കുണ്ട്. അപ്പൊ ഏത് മനസ്സാണ് ചൈതന്യമുള്ള മനസ്സ്, ഏത് മനസ്സാണ് ജഡമുള്ള മനസ്സ്? ഭഗവാൻ ഇവിടെ വർണ്ണിക്കുന്നു. ഏത് മനസ്സാണോ സമബുദ്ധിയുള്ള മനസ്സ്, ആ മനസ്സിനെ ചൈതന്യമുള്ള മനസ്സെന്ന് പറയണം. അപ്പൊ ഏത് മനസ്സായിരിക്കും ജഡമുള്ള മനസ്സ്? ഏത് മനസ്സിലാണോ സമബുദ്ധിയില്ലാത്തത്, ആ മനസ്സുകളൊക്കെ ജഡമായ മനസ്സാണ്. അപ്പൊ ദുഃഖം ഏറ്റിക്കൊണ്ട് നടക്കുന്ന, ഭയം ഏറ്റിക്കൊണ്ട് നടക്കുന്ന, വിഷമങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന, അതുപോലെ ദൗർബല്യങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന, അസ്വാസ്ഥ്യങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന മനസ്സുകളെല്ലാം ജഡങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് അപ്പൊ നമ്മൾ ഈ ഭാഗവതമൊക്കെ എന്തിനാ കേൾക്കുന്നത്? അത്തരത്തിലുള്ള ജഡമായ മനസ്സിനെ വിട്ട് ചൈതന്യമായിരിക്കുന്ന മനസ്സിലേക്ക് എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ നിലനിർത്തുക എന്ന് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതവും നാരായണിയും ഒക്കെ കേൾക്കേണ്ടതായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ തോന്നലുകളിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാവാം. ഇപ്പൊ ഓരോ തോന്നലുകളാണ് നമുക്ക്, ആ തോന്നലുകളിൽ നിന്നൊക്കെ മുക്തരാവണം. ഇതാണ് ജീവിതം, നമ്മൾ തോന്നി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിതം, തോന്നി 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 പിന്നെ അത് ദുഃഖങ്ങളും വിഷമങ്ങളും തരുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതല്ല ജീവിതം എന്ന്. പക്ഷെ നമ്മളത് തിരിച്ചറിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ മനസ്സിനെ നമുക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെയാവുന്നു. അതുകൊണ്ട് കപിലൻ പറയുന്നു, അമ്മേ മുങ്ങിപ്പോയ മനസ്സിനെ ഇനി എന്ത് ചെയ്യണം? പൊക്കിക്കൊണ്ടുവരണം. അതിനെന്താ വേണ്ടത്? അതുകൊണ്ട് അമ്മ ആദ്യം ഇത് മനസ്സിലാക്കൂ. എല്ലാറ്റിനും അനാദിയായിട്ട് എല്ലാ അനുഭവങ്ങളും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ആരുള്ളത് കൊണ്ടാണ്? പുരുഷനുള്ളത് കൊണ്ടാണ്. ഉള്ളിൽ പുരുഷനില്ലെങ്കിൽ ഒരനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കൂ ഒന്നുകൂടി. നിങ്ങളുടെ മകനായാലും മകളായാലും ഭർത്താവായാലും ഭാര്യയായാലും ഈ ശബ്ദങ്ങളൊക്കെ ജഡങ്ങളല്ലേ? അവരിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ജഡങ്ങളല്ലേ? പുറത്തേക്കൊരു ശബ്ദം വന്നാൽ അത് ജഡമല്ലേ? ആണോ അല്ലയോ? അവരുടെ രൂപങ്ങൾ നമ്മളെ സംബന്ധിച്ച് ജഡങ്ങളല്ലേ? ആണോ അല്ലയോ? അതിനൊക്കെ ചൈതന്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ
അതിനൊക്കെ ഒരു ശക്തി നമ്മൾ കാണണമെങ്കിൽ, അതിനൊക്കെ ഒരു അനുഭവം നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മളിൽ ആര് വേണം? ചൈതന്യമുണ്ടെങ്കിലല്ലേ അതിനൊക്കെ ഒരു അനുഭവമുള്ളൂ. നമ്മളിൽ നിന്നും ചൈതന്യം, ആ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അനുഭവങ്ങൾക്ക് വല്ല ശക്തിയുമുണ്ടോ? ഭർത്താവ് അടുത്തിരുന്നാലും ഭാര്യ അടുത്തിരുന്നാലും മക്കൾ അടുത്തിരുന്നാലും കാര്യമുണ്ടോ? അപ്പൊ ഈ അനുഭവങ്ങൾക്കൊക്കെ അനുഭവത്വം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്, ശക്തി കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണ്. അതിൽ മാറ്റം വരുത്താതെ നമ്മൾ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് അമ്മേ ഇനി അമ്മ അത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്. യത്തൽ ത്രിഗുണമവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹു അവിശേഷം വിശേഷവൽ. ഇനി ശ്രദ്ധിക്കണേ, പറയുന്നതൊക്കെ എങ്ങനെയാണ് ഈ പ്രപഞ്ച വികാസം, ഈ പ്രകൃതിയുടെ വികാസം ഉണ്ടായതെന്ന്. നമ്മളെ സംബന്ധിച്ച് 5 അനുഭവങ്ങളെ നമുക്കുള്ളൂ. ഏതൊക്കെയാണ് 5 അനുഭവങ്ങൾ? ഒന്ന് ഭാര്യയുടെ അനുഭവം, മക്കളുടെ അനുഭവം, ജോലിയുടെ അനുഭവം. ആണോ? അല്ല, ഈ അനുഭവങ്ങളൊന്നല്ലേ പറയുന്നത്. ഇവിടെ പറയുന്നത് ശരീരത്തിന്റെ അനുഭവങ്ങൾ. ഏതൊക്കെ? കാതുകൊണ്ട് കേൾക്കാം, കണ്ണുകൊണ്ട് കാണാം, ത്വക്കുകൊണ്ട് സ്പർശിക്കാം, നാവുകൊണ്ട് രുചിക്കാം, മൂക്കുകൊണ്ട് വാസനിക്കാം. പിന്നെ ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ എത്ര എണ്ണമായി? 4 ആയുള്ളൂ. കേൾക്കുക, കാണുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക. ഇങ്ങനെ 5 അനുഭവങ്ങളെ നമുക്ക് ഓരോരുത്തർക്കുമുള്ളൂ. 6ാമത്തെ ഒരു അനുഭവം ഉണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അല്ല സ്വാമി, സ്വപ്നം കാണുക. സ്വപ്നം കാണുന്നൊരു അനുഭവമല്ല, ഇന്ദ്രിയത്തിലൂടെയുള്ള അനുഭവമല്ല, ഇന്ദ്രിയം അടച്ചു വെച്ചിട്ടുള്ള അനുഭവമാണ്. ഇന്ദ്രിയത്തിലൂടെ എത്ര അനുഭവമുള്ളൂ അല്ലേ? കാണുക, ശബ്ദ സ്പർശ രൂപ രസഗന്ധം. ഇതിനെയാണ് പഞ്ചെന്ന് പറഞ്ഞാൽ 5